ഈ പദ്ധതി ആരംഭിച്ചത്? അതുമായി ബന്ധപ്പെട്ട പ്രകൃതി പഠനം, പരിസ്ഥിതി പഠനം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുന്നുണ്ട്. അനുമോദ്, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അത് പക്ഷേ അവർ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവർ ആണ്. ഈ തുരങ്കപാത യാഥാർത്ഥ്യമായാൽ അതിൻ്റെ ഗുണമൊന്നും ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർക്കല്ല, നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണവും ലഭിക്കേണ്ടിയിരുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ, അതായത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തന്നെയല്ലേ ഈ തെരച്ചിൽ തുടരുന്നത്? ഏതെങ്കിലും തരത്തിലൊരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ? മഴ അടക്കം പ്രതികൂലമാകുന്ന സാഹചര്യമുണ്ട്. മഴയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ചുരുങ്ങിയ സമയത്തിൽ വലിയ തോതിൽ മഴ പെയ്യുന്നു. അതാണല്ലോ അവിടുത്തെ ഒരു പ്രത്യേകത. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ അനുമോദ്? ഇവിടെ പ്രകൃതി വലിയ തോതിൽ തന്നെ, കാലാവസ്ഥ വലിയ തോതിൽ തന്നെ പ്രതിസന്ധി തീർക്കുന്നുണ്ട്. അതിനപ്പുറത്തൊരു മെല്ലെപ്പോക്കോ ഒരു പ്രശ്നമോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, മിനിഞ്ഞാന്ന് രാത്രി കനത്ത മഴയെയും ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ പാലം തുറക്കാൻ വഴിയൊരുക്കിയത്. ഈ പാലം മുഴുവൻ മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്നും പുറത്തുനിന്നും വാഹനങ്ങൾ പോകാൻ കഴിയാതെ, എവിടെ തിരയാൻ കഴിയാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഈ പാലം തുറക്കേണ്ടതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. അത് രാത്രി, സാധാരണഗതിയിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ രാത്രി തെരച്ചിൽ പാടില്ല, രക്ഷാപ്രവർത്തനങ്ങളും മറ്റും പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ടാണ് മിനിഞ്ഞാന്ന് രാത്രി ആ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നടന്നത്. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്നലത്തെ ഒരു സാഹചര്യം നമ്മൾ വരുമ്പോൾ തന്നെ ഈ ചെറിയ തോട്ടിൽ കൂടെ പോലും വെള്ളം കുത്തി ഒലിച്ചൊഴുകുന്ന അവസ്ഥയാണ്. സോൺ 1 എന്ന് പറയുന്ന ആ പുഴയുടെ താഴെ ഭാഗത്തൊന്നും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ആ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ അവിടേക്കൊരു വലിയ കുത്തൊഴുക്കാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് എന്ന പോലെയാണ് വെള്ളമൊക്കെ അവിടെ കുത്തി ഒഴുകി പോകുന്നത്. അവിടെയൊന്നും ആർക്ക് ഇറങ്ങി പരിശോധിക്കാനും നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ സാഹചര്യങ്ങൾക്കപ്പുറം മറ്റൊരു മെല്ലെപ്പോക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ ഉണ്ടാക്കുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമാണ് ഇവിടെ ഈ ഒരു തെരച്ചിലിന് അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണെങ്കിൽ മഴയില്ലാത്ത സമയം കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലും ഇവിടെ തെരച്ചിലും മറ്റും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വലിയ ഹിറ്റാച്ചുകൾ ഇന്നലെ എത്തി. വലിയ യന്ത്രങ്ങൾ കൊണ്ട് ദുർബലമായ പരിസ്ഥിതി, അല്പം നിലം ദുർബലമായിടത്ത് പോലും അവർക്ക് അവരുടെ ആ ചക്രങ്ങളാൽ നിലയുറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം എക്സ്കവേറ്ററുകളും ഹിറ്റാച്ചുകളും കൊണ്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും വ്യാപകമായി വിശദമായിട്ടുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ മൃതദേഹം ഇന്നലെ രാവിലെ ഇപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ ഒരു തെരച്ചിൽ അത് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നതിൻ്റെ തെളിവായിട്ട് വേണം കാണുവാൻ. തീർച്ചയായും അവിടെ അനുമോദ് മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഈ അപകടമുണ്ടായി 3-ാം ദിവസമാണ് തെരച്ചിൽ. മാത്രമല്ല ഈ മണ്ണ്, ചെളി ഇതെല്ലാം കൂടിയാണ് ഈ പതിച്ചിരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ദിവസങ്ങൾ പിന്നിടുമ്പോൾ തെരച്ചിൽ ദുഷ്കരമാകുന്ന സാഹചര്യമുണ്ടാകും. എങ്കിലും ഒരു നിശ്ചിത പ്രദേശത്താണ് ഈ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക്, അതായത് പുഴയിൽ ഉൾപ്പെടെയൊക്കെ പരിശോധന നടത്തും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ മണ്ണ് അടിഞ്ഞുകൂടിയ ഭാഗത്ത് മാത്രമാണോ ഇപ്പോഴും തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നത്? മാത്രമല്ല ഇനി ദിവസങ്ങൾ പിന്നിട്ടാൽ ഒരു പക്ഷേ ഈ മൃതദേഹം അവശിഷ്ടങ്ങളായി മാറുന്നൊരു സാഹചര്യമുണ്ടാകും, മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക. ഇനി 3 മൃതദേഹം കൂടിയാണുള്ളത്. അതിനുള്ള ശ്രമമാണോ പുരോഗമിക്കുന്നത് അനുമോദ്? അഭിലാഷെ, തീർച്ചയായും അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ മൃതദേഹം കണ്ടെത്തിയത് പുഴയോട് ചേർന്ന് ഉള്ള പ്രദേശത്താണ്. അവിടെ പൈപ്പുകൾക്കിടയിൽ കുടുങ്ങിയ അവസ്ഥ. പുഴയിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ പുഴ ഒരു വലിയ തിരയാനുള്ള ഒരിടമാണ്. കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് പക്ഷേ ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ കുത്തൊഴുക്ക്. അവിടെ ഒരു ബസ് വരെ ഒഴുകിപ്പോയ അവസ്ഥ. അതായത് ഈ ഇവിടെ തൊഴിലാളികളെ കൊണ്ടുവരുന്ന ബസ് വരെ തെറിച്ച് ഈ പുഴയിലേക്ക് വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്യാതെ അവിടേക്ക് ആർക്ക് ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ കഠിനമാണ് ഇവിടുത്തെ സാഹചര്യം. നമ്മളിപ്പോൾ ദൂരെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ മണ്ണൊക്കെ വളരെ
ഉറച്ചതായിട്ടും നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നതായിട്ട് അതൊക്കെ തോന്നും. പക്ഷേ നമ്മളവിടേക്ക് കാല് വെച്ചാൽ പൂന്തി പോകുന്ന അവസ്ഥയിൽ വളരെ ദുർബലമാണ് ഈ മണ്ണ്. അതായത് അതിന് പിന്നാലെ മഴ കൂടി പെയ്യുമ്പോൾ ഒരു മനുഷ്യനൊരിക്കലും അവിടെ നേരിട്ടിറങ്ങി മണ്ണ് നീക്കി പരിശോധിക്കാൻ സാധ്യമാവില്ല. അത് മറ്റൊരു ദുരന്തത്തിന് വഴിയൊരുക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മളിവിടെ കാണുന്ന ഈ മേഖലയിലെ അവസ്ഥയാണ്. ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അവിടെ പുഴയിലെ ഒഴുക്കും അതുപോലെ തന്നെ കമ്പിയും ഈ പാറയും ഒക്കെ ചിതറിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മലയുടെ ഒരു ഭാഗം അത് ചെത്തി മണ്ണെടുത്ത് പ്ലാസ്റ്റർ ചെയ്താണ് അവിടെ ഇട്ടിരുന്നത്. അതിന് താഴെയായിരുന്നു നിർമ്മാണ സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കമ്പികളും മറ്റ് കോൺക്രീറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അവിടെ അപകടം പറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നിട്ടും ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ മുൻകാലത്ത് നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നതിൻ്റെ ആ ഒരു മാതൃക പിൻപറ്റി തന്നെയാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനവും തെരച്ചിലും ഒക്കെ പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ പെട്ടവർ അവർ നമ്മളിൽ ഒരാൾ തന്നെ, നമ്മൾ ഒരുവരാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ രക്ഷാപ്രവർത്തനത്തിൻ്റെ അംഗവും പ്രവർത്തിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പക്ഷേ കാലാവസ്ഥ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് വലിയ പ്രതിസന്ധി തന്നെയാണ് തീർക്കുന്നത്. മഴ ഇപ്പോൾ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മഴ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുപോലെ മഴ പെയ്താൽ എങ്ങനെയായിരിക്കും സാഹചര്യങ്ങളെന്ന് നമുക്ക് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ, അങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. അഭിലാഷ്. ശരി. ഒപ്പം അനുമോദ്, നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ അടക്കം വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇത്തരം നിർമ്മാണ പ്രവൃത്തികളൊക്കെ നമ്മുടെ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത് എന്നതാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് ഇന്ന് സ്ഥലം സന്ദർശിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അനുമോദ് തന്നെ പറഞ്ഞു പിന്നീട് വാർത്താസമ്മേളനം നടത്തുമെന്ന്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വാക്കുകളിൽ വേണ്ടത്ര പഠനം നടത്തിയിരുന്നോ, തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന സംശയമൊക്കെ പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.